എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇനി നമുക്ക് വ്യത്യാസമായിട്ടുള്ള ഒരു പെരണ്ട കണ്ടിട്ടാണ്. വ്യത്യാസമായിട്ട് പെരയില്ല, വ്യത്യാസമില്ല ഒരു സ്ഥലം കണ്ടിട്ടാണ്. എന്നിട്ട് ആ സ്ഥലത്തിൽ നമ്മൾ വീട് കെട്ടണം എന്നുണ്ടെങ്കിൽ നല്ലൊരു സ്പോട്ട് കണ്ടുപിടിക്കണം. എന്നാൽ ആ ഭാഗത്ത് തൊട്ട് എടുത്തോ അല്ലെങ്കിൽ തൊട്ടപ്പുറത്തോ എവിടെയും ഒരു വില്ലേജും വേണം. ഇപ്പം ഏതായാലും ഇവിടെ നിന്നിട്ടാണ് ഈ ഭാഗത്ത് ഇങ്ങോട്ട് പോകണോ ആ ഭാഗത്തേക്ക് പോകണോ എന്നൊരു സംശയം. ഏത് ഭാഗത്ത് പോയാലാണ് വില്ലേജ് എത്തണം അറിയില്ല. വില്ലേജ് എത്തിയിട്ടും കാര്യമില്ല, നമുക്കിതും വേണം. ഏത് ഒരു വിചിത്രമായിട്ടൊരു സ്ഥലമില്ല. ഇതേമാറ്റത്തെ ഓരോ മരങ്ങളില്ലതോ അല്ലെങ്കിൽ തണുപ്പത്തോ അവിടെയൊക്കെ എവിടെയെങ്കിലും നമുക്ക് പെരണ്ടാക്കാം. നമുക്ക് യൂട്യൂബുകാർ പെരണ്ടാക്കാത്ത സ്ഥലത്ത് നമുക്ക് പെരണ്ടാക്കാൻ കഴിയും. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇന്നലെ വീഡിയോ എടുത്തില്ല, പിന്നെ മിഞ്ഞാന്നും വീഡിയോ എടുത്തിട്ടാന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ മിഞ്ഞാന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ മടി വീഡിയോ എടുക്കാൻ. പിന്നെ ഇന്നലത്തെ കാര്യം പിന്നെ ഞാൻ അക്ഷയ്ക്ക് ഒഴിഞ്ഞു കഴിച്ചു. അക്ഷയ്ക്ക് പോയി കുറച്ച് പരിപാടി ഉണ്ട്. അല്ല, മറ്റേ വാട്ടർ കുട്ടി സോമ്പി ചെറിയ സോമ്പിയാണ് വാട്ടറിൽ പോണ്ട, വെറുതെ വെച്ച അടികൊള്ളാൻ. നമുക്ക് ചെറിയൊരു ബോട്ട് ഉണ്ടാക്കാം. ഒന്നുമതി, ഒന്ന് തന്നെ ധാരാളം. വേണമെങ്കിൽ വള്ളത്തിൽ നീന്തിയും പോവാം. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനത്തെ വള്ളത്തിൽ ബോട്ട് വരാത്ത പറ്റില്ല കേട്ടോ. പറ്റില്ല, കരിയിൽ നിന്നാലേ ബോട്ടൊക്കെ ആയിട്ടുള്ളൂ. കരിയിൽ നിന്നും പറ്റില്ലല്ലോ. അപ്പം എങ്ങനെയാണ് ബോട്ട് എത്തപ്പോൾ തന്നെയല്ലേ ഞാൻ നേരത്തെയും കാട്ടിയത്. എന്ത് കേസ് ഫസ്റ്റ് കാട്ടിയപ്പോൾ എന്തോ ഇല്ല. അയ്യോ ഇത് കയറല്ലേ, കയറി. അവിടെ ആര് കയറാൻ പറഞ്ഞു? ഞാൻ പറഞ്ഞു ചാവണം ഇല്ല. പിന്നെ ഞാൻ ഉണ്ടാക്കിയ ബോട്ടിൽ ഓൻ കയറി. പിന്നെ ഞാൻ തന്നെ ഒരുമാതിരി വളരാനൊരു സൗണ്ടില്ലേ. എന്താവും ലേക്ക് അടിച്ചിട്ടൊക്കെ. ഈ ഭാഗത്ത് ഏതെങ്കിലും യൂട്യൂബുകാർ വീട് ഉണ്ടാക്കിയിരിക്കണോ വെച്ചറിയില്ല. ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്ഥലം വേണ്ട. വില്ലേജില്ലാത്തൊരു കളിയില്ല. വില്ലേജസില്ലാതെ ഒരു കളിയില്ല, ഒരു കാര്യം നടക്കില്ല നമുക്ക് വില്ലേജസ് ഇല്ലാതെ. അപ്പോഴാണ് നമുക്ക് മെയിൻ സാധനം. എന്നിട്ട് ആകാശം എന്താ കാപ്പി കളറാണോ, ഇരുട്ടാവാണോ തോന്തോ?
അത് നോക്കുക ഗൈസ്, ഈ ഭാഗത്ത് നീല കളർ, ഈ ഭാഗത്ത് കഴിഞ്ഞപ്പോൾ കാപ്പി, ഇടം കാപ്പില്ലാത്ത മനുഷ്യ കളർ പോലത്തെ ഇത്, ഈ ഭാഗത്ത് നീല. എന്താണ് സംഭവം? ഓന്തളായിരുന്നു നിറം മാറി കളിച്ചത് ഗൈസ്. അയ്യോ, കടന്നുറങ്ങിയാൽ ശരിയാക്കും. ഇപ്പം ശരിയായി. എന്നിട്ടൊരു ഇതില്ലല്ലേ? അല്ല, ഏത് ഭാഗത്തൊക്കെ നമുക്ക് പോകണ്ടേ? ഈ ഭാഗത്തൊക്കെ എങ്ങനെയൊക്കെ വന്ന സ്ഥലമല്ലല്ലോ, വരാത്ത സ്ഥലമാണോ എന്നൊരു സംശയം. വരുന്ന സ്ഥലമായാലും വരാത്ത സ്ഥലമായാലും ഇപ്പം എന്താ, നമുക്ക് ഇത് കിട്ടിയാൽ പോലെ, വില്ലേജ് കിട്ടിയാൽ പോലെ, വില്ലേജ് കിട്ടിയാൽ പോലെ. മഴയും പെയ്തു. ഭയങ്കര മഴ മാത്രമല്ല, ഭയങ്കര പൈപ്പ്. പക്ഷേ പൈപ്പിന് തിന്നാനൊന്നുമില്ലല്ലോ. നമുക്ക് വേട്ട തുടങ്ങും. വേട്ടക്കറങ്ങ വേട്ട എന്തെങ്കിലും ആട്ടെ, എനിക്ക് തിന്നാലും എന്തെങ്കിലും ഉണ്ടാക്കാം. പറഞ്ഞു ഇവിടെയൊക്കെ ലേശം സൗണ്ട് ഉറപ്പ് സൗണ്ട്. വീഡിയോ എടുക്കുമ്പോൾ സൗണ്ട് കൂടുതലാകാൻ പാടില്ല, പിന്നെ പറയണമൊന്നും കേൾക്കില്ല. നേരെ പോയപ്പോൾ നേരെ കേവിൻ്റെ ഉള്ളിലാണ് പോണത്. അല്ല, ഗുഹാൻ്റെ ഉള്ളിൽ പോയ മാതിരിയുണ്ട്. അയ്യോ, ഓടിക്കട്ടെ ശരി, നമുക്കൊന്നും പറ്റിയില്ല. എന്നാലും എന്തായാലേ, എന്നാലും വലിയ കേവ കയറാൻ മൂടില്ല. അപ്പം നമുക്ക് വില്ലേജ് കണ്ടെത്താം. കേവൊക്കെ ഒന്നും കാണാത്ത ഈ ഭാഗത്തൊന്നും വില്ലേജ് എത്തിയിട്ടായിട്ടില്ല. നമുക്ക് കൺപാലത്തോ അല്ലെങ്കിൽ വേറെ എവിടെയൊക്കെ വില്ലേജ് നമുക്ക് കുറച്ച് വെറൈറ്റി ആവും. അല്ലെങ്കിൽ എപ്പോഴും ഒരേ സ്പോട്ട് തന്നെ ആവുമ്പോൾ, ഒരേ സ്ഥലം തന്നെ ആകുമ്പോൾ ഒരു ഇതുണ്ടാവില്ല. പിന്നെ അങ്ങനെയല്ല, നമുക്ക് ബോട്ടിൽ തോണി കയറില്ല, ഒറ്റ പോകണ ഇഷ്ടം. അങ്ങോട്ടേലും അങ്ങോട്ടേലും ഈ സ്ഥലം വേണ്ട. ഈ സ്ഥലത്തൊക്കെ ചില യൂട്യൂബുകാരൊക്കെ ഉണ്ടാക്കിയാണ് ഇതൊക്കെ വട്ടം കറങ്ങി കളിക്കുന്നത്. രണ്ടെണ്ണായി, മൂന്നെണ്ണായി, അഞ്ചെണ്ണായി. ഇത് തിരിയാണ്ടെ വേഗം എത്തുന്നത്. അതാണ് പ്രശ്നം. അല്ലാത്തൊരു പ്രശ്നമില്ല, വേഗം എത്തുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് നിൽക്കട്ടെ, തുടങ്ങി വട്ടം കറി പ്രശ്നം.
വല്ല പ്രേത പോകുന്നുണ്ടാവുമല്ലോ ഇവിടെ. പറയാൻ പറ്റില്ല. കണ്ടിട്ടൊരു ഭീകരമായ സ്ഥലം. ഈ ഭാഗത്ത് ആൾക്കാർ പെരണ്ടാക്കി. പക്ഷെ ആ കൂന് കണ്ടിട്ട് ഇവിടെ പെരണ്ടാക്കിയെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ അല്ല, ഈ ഒരു വേൾഡിലല്ല, ഓരോ വേൾഡിൽ ഓരോ കളിക്കുന്ന വേൾഡിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഞങ്ങളുടെ വേൾഡിൽ ആരും വരാനില്ല, ഞാൻ മാത്രമല്ലാതെ. എന്തൊരു വില്ലേജ് ആണല്ലോ. ഇതൊക്കെ ഒരു 10 മണിയുള്ള ഒന്ന് ടച്ച് വർക്ക് പോയോ? പിന്നെന്താ പ്രശ്നം? ഇഷ്ടങ്ങളെ നീങ്ങി പോകണം. നേരെ പോവാം. കാണിച്ചിട്ട് ഇങ്ങനത്തെ ഓടി പോകണം. ഓടിപ്പോവല്ലേ, ഫുഡ് വേണം. നീ ചോദിക്കോ? ഇത് എന്നെ കൊല്ലണം. വെറുതെ ഫുഡ് കഴിയുമ്പോൾ ഞങ്ങൾ എടുത്തുണ്ട്. പക്ഷെ അതല്ലല്ലോ കഴിച്ച് നിങ്ങൾക്ക് പ്രധാനിപ്പോൾ. ഒരു വില്ലേജ് എത്തുന്നില്ലല്ലോ. വില്ലേജ് കാണാൻ പറ്റുന്നില്ല. ഇങ്ങനെ വരുന്നുണ്ട്. കിട്ടട്ടെ. ലേഗ് അടിച്ചിട്ടുണ്ട്, അതാണ് പ്രശ്നം. മൊബൈലിലൊക്കെ ആയുണ്ട് പെട്ടെന്ന് ലേഗ് അടിച്ചു. കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നോക്കി. പക്ഷെ ഒരു വില്ലേജ് എത്തുന്നതല്ല. വില്ലേജ് എത്താണെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റായിരുന്നു. കുത്തറിനിപ്പോൾ എടുക്കാൻ നമുക്ക് ഇത് മറ്റേതില്ല. അതിൻ്റെ പുറത്ത് വെക്കുന്ന ലേഡർ എന്തല്ലോ ഫോണിയല്ലേ. ഇതൊക്കെ ഞാൻ പറഞ്ഞു കേൾക്കാമല്ലോ. ഇന്നിപ്പോൾ എന്തൊക്കെ മരിവേഷനും പറയാൻ കഴിയില്ല. മറ്റേ വീട്ടിലൊക്കെ തന്നെ കയറാം. ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുണ്ട്, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ പറ്റത്തില്ലല്ലോ. എന്തിനാട്ടെ ഇങ്ങനെ വേണ്ട, ഇത് വേണ്ട. അടിച്ചിട്ടുണ്ട് കേസ്. അതെ, വില്ലേജ് കണ്ടെത്തിയിട്ട് ഇപ്പോൾ വരാം ഗൈസ്. ഇത് നോക്കുക ഗൈസ്, ഈ ഭാഗത്ത് ലാവുണ്ട്, ഈ ഭാഗത്ത് ലാവുണ്ട്. ഈ ഭാഗത്തെ ലാവ് എവിടെ പോയി?
ഈ ഭാഗത്തെ ലാവയുടെ പൊട്ടിച്ച് നോക്കിയാൽ ഉണ്ടാവുമോ? ഇല്ല, നിന്നെ വരച്ചു. അപ്പോൾ ഇവിടെ എന്തിൻ്റെ ഇതിങ്ങനെ വെച്ചോണ്ട് എന്തിനാ? അപ്പോൾ ഈ രണ്ട് ഭാഗത്ത് മാത്രം ലാവ, ഇതിൽ ആരും ലാവ ഒഴിച്ചില്ല. അപ്പോൾ ഇതിന് സങ്കടമായിട്ട് എന്തോ അല്ലേ. വില്ലേജ് കണ്ടെത്താൻ പറ്റില്ല, വയസ്സ് ലാവ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ പോണ കാര്യത്തിൽ ലാവ ഉണ്ടായാൽ മതി. പോണ മാത്രമല്ല, നമ്മൾ പേരുണ്ടാക്കുന്ന സ്ഥലത്ത് രീതിയിലുള്ള ഭാഗത്തൊക്കെ ലാവ ഉണ്ടായാൽ മതി. ലാവൊക്കെ നമുക്ക് ഭയങ്കര അത്യാവശ്യമാണ്. ഈ മരം കാണുമ്പോൾ നമുക്ക് ഈ മരമായിട്ട് വരണ്ടാക്കണോ അല്ലാതെ ഇതായിട്ട് ഉണ്ടാക്കണോ? മോഡലിനും കാര്യങ്ങളൊക്കെ അതിന് ഇതൊക്കെ നല്ലത്. ഇത് നല്ലതല്ല അറിയില്ല, ഇത് നല്ലതാണ്. സൂതിയെണ്ണ ഇതായിട്ട് ആക്കല്, ഇതായിട്ടൊക്കെയാണ് ഓരോ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അത് സൂതിയെണ്ണൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നവരൊക്കെ ഓർക്കൊക്കെ അറിയാൻ പറ്റും. സൂതിയെണ്ണൻ്റെ ചാനലൊക്കെ ഞാനും കാണലുണ്ട്. നമുക്ക് ഇത് വെട്ടിയെടുക്കാം. നമുക്ക് അവിടെ എടുക്കൊന്നും വേണ്ട, നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വെക്കാം. എന്തിരട്ടെ, രണ്ടെണ്ണം മൂന്നെണ്ണം ആയിക്കോട്ടെ. ഫസ്റ്റ് ഇത് വെട്ടിയെടുക്കാം, എന്നിട്ട് നമുക്ക് ഇത് വെട്ടിയെടുക്കാം. അപ്പോൾ ഗൈസ്, 2 സ്റ്റാക്കായിട്ട് ഞങ്ങളെ മീറ്റ് ചെയ്യാം ഗൈസ്.
സ്റ്റോപ്പാക്കിയല്ലേ പേന് സ്റ്റോപ്പാക്കി. അപ്പോൾ ഗൈസ് 2 സ്റ്റാക്കും 4, അപ്പം മൊത്തം 64 64 112 ചിലപ്പോൾ 112 നോക്കട്ടെ ഗൈസ് 120 കിട്ടും. 120 അപ്പം അത്ര മതി. പിന്നെ ഗൈസ് എല്ലാ ഇങ്ങനത്തെ സ്ഥലത്ത് പോയാൽ എപ്പോഴും ഉണ്ടാവും ചെറി അങ്ങനെയല്ല മൽബറി എന്നല്ല ചെറി. ഈ സംഭവം എപ്പോഴും ഒരു ഇതാണ്, എപ്പോഴും ഒരു സഹായമാണ്. നമുക്കിനി പന്നിനൊന്നും വെട്ടിക്കൊല്ല ആവശ്യമില്ല, നമുക്കിത് മാത്രം എടുത്താൽ മതി. ഇതെടുക്കാൻ വന്നാൽ ഇന്ത്യ ലൈഫാണല്ലോ പോണത്. എല്ലാവരും വെച്ചാൽ പന്നിയാളെ കൊല്ലണമല്ലോ, പന്നിയാളും പശുവോടെ കൊല്ലണമല്ലോ. ഐറ്റങ്ങളെ അറ്റാക്കൊന്നും കിട്ടൂല, അറ്റാക്കില്ല, കടിയോ കുത്തോ ചോട്ടൊന്നും കിട്ടൂല. ഓക്കെ ചിലപ്പോൾ അറിയാതെ അതിൻ്റെ അടുത്തൊക്കെ പോയാൽ അതിന് മുള്ളായിട്ട് നമ്മളെ കുത്തിയാണ്ട് നമ്മളെ ലൈഫൊക്കെ കളയും. അപ്പോൾ ഗൈസ് ഇത് മൊത്തം എടുത്തിട്ട് ഞാൻ പോരാ. അതല്ല ഗൈസ് ഇതെങ്ങനെ എടുക്കുകയെന്ന് അറിയില്ല. ഇത് ഇനി എടുക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ ഇനി ലാവിയിൽ പോയിക്കണം അതിൻ്റെ ആ ചെറിയും കാര്യങ്ങളൊക്കെ. പക്ഷെ അതെങ്ങനെ അവിടെ ഒക്കെ ഉണ്ടാവണതൊക്കെ. പിന്നെ അതേമാതിരി ഈ കല്ലുമ്മൊക്കെ ഉണ്ടായിരുന്നത് അതൊക്കെ എങ്ങനെ വരുന്നുണ്ടാവല്ലേ, ലേഖടിച്ച് വരുന്നതാണോ അതൊക്കെ. അല്ലാതെ വെച്ചത് ശരിയായിട്ടാണോ അറിയില്ല. എന്തേലും ആവട്ടെ, നമുക്കിപ്പോൾ അതൊന്നും അല്ലല്ലോ പ്രധാനം. നമുക്ക് ഇനി അതും പ്രധാനം തന്നെയാണ് നമുക്ക് ഫുഡിനൊക്കെ. ഇപ്പോഴും വില്ലേജ് കണ്ടെത്തിയിട്ടില്ല ഗൈസ്, നമ്മൾ വില്ലേജ് കാണില്ല. ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വേറെല്ല യൂട്യൂബുകാരൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് വീടൊക്കെ. അതായത് കാണണത് വീടുണ്ടാക്കാത്ത സ്ഥലം ഉണ്ടാകും. വില്ലേജസുകളൊക്കെ ഓരോ സ്ഥലത്ത് വീടുണ്ടാക്കും, പക്ഷേ നമ്മളല്ല നമ്മളെ പോലത്തെ ആൾക്കാരൊക്കെ ഇങ്ങനത്തെ സ്ഥലത്ത് അല്ലെങ്കിൽ വേറെയൊക്കെ നല്ല പച്ചപ്പുള്ള സ്ഥലത്തൊക്കെ വീടുണ്ടാക്കും. തൊഴിലൊക്കെ അടിച്ചിടാനായിട്ടുണ്ട് ഗൈസ്. നാവൊന്നും ശരിക്കും ആവണില്ല, അത് അടിയിട്ട് ലേഖ അടിച്ചുകൊണ്ടാണിത്. ഇത് ഞാൻ മൊത്തം എടുത്തിട്ട് വരാം ഗൈസ്. ഞാൻ ഇതെന്തിനാ കാണിച്ചിട്ടെന്ന് വെച്ചാൽ ഓക്കെ നമ്മൾ നീന്തുമ്പോൾ നമ്മളെ പിന്നാർക്ക് തന്നെ ഈ ഡോൾഫിൻ ഇങ്ങനെ വരും. ഓക്കെ ഒരു രസം ഇതേമാതിരി നിങ്ങൾ കാണാനൊക്കെ. വെള്ളത്തിലടി പോവല്ലേ. വെള്ളത്തിലടി പോയി ചേർക്കുമ്പോൾ ചാവുന്നില്ല. അയ്യോ ആണ് കാര്യം എത്തണില്ല. കാര്യം എത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താവും ഇങ്ങനെ കാണാനൊരു രസം ഉണ്ടല്ലേ, ഒരു അടിപൊളി വലുത്. പക്ഷെ എവിടെയെങ്കിലും കാര്യം എത്തണം കേട്ടോ, അല്ലെങ്കിൽ രാത്രിയൊക്കെ ആകുമ്പോൾ പ്രശ്നമാണ്. അത് വളരെ അടിയൊക്കെ പോകുന്നുണ്ട്. ഡോൾഫിൻ അതേമാതിരി വെള്ളത്തിലടികളൊക്കെ വരുന്നുണ്ട്. എന്തായാലും കുട്ടികളൊക്കെ ഭയങ്കര സ്നേഹമാണ്, എവിടെ പോയാലും കൂടെ ഉണ്ടാവും. ഓക്കെ ഞാൻ ഇതിന് ടൈം പോലും ചെയ്തിട്ടില്ല. ഓക്കെ ബൈ. ഇങ്ങനത്തെ സ്ഥലത്ത് വില്ലേജ് ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനത്തെ സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ടാണ്. ഒരു മണ്ണും ഇല്ലാത്ത
വലിയ കല്ലേറ്റില്ല ഒരു സ്ഥലം. എങ്ങനെ ഭാഗത്ത് കയറുമെന്ന് നോക്കാം. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് കൂടെ വന്നതിന്. ഓക്കെ ബായ് ബായ്. ഇനി കരി കയറാണ്ടേ മതി വള്ളത്തിൽ നിന്നത്. കരി കയറിക്ക അക്കരക്കൊന്ന് കയറി. ഇവിടെ എവിടെ ഒരു വെള്ളിയല്ല അയണ്. വെള്ളിയായി കുഴപ്പമില്ല. ഞാൻ തെറ്റിദ്ധരിച്ചു ഗൈസ്. പച്ചപ്പല്ല സ്ഥലമുണ്ട്. വില്ലേജ് ഇട്ട് നല്ല കാര്യം തന്നെയാണ്, പക്ഷെ ഈ ഒരു ഭാഗത്ത് വില്ലേജ് ഇട്ട് കാര്യമില്ല. ഈ ഒരു ഭാഗത്ത് വില്ലേജ് ഇട്ടിട്ട് കാര്യമില്ല. കാരണം എല്ലാവരും ഇതേമാരത്തെ സ്ഥലത്തൊക്കെ പേരുണ്ടാക്കുന്നതാണ്. ഇങ്ങനത്തെ സ്ഥലത്ത് പേരുണ്ടാക്കിയെന്ന് വെച്ചാൽ അറിയില്ല. എന്നാലും നമുക്ക് ഈ വില്ലേജിലൊക്കെ തപ്പിത്തരണ്ട് പേരട്ടെ. ഇങ്ങനെ ഇത് നമുക്ക് എല്ലാം അടിച്ച് പൊറക്കിയിട്ട് വരാം. എൻ്റർമേൻ വരുന്നുണ്ട്. എൻ്റർമേൻ ഗൈസ്. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നമുക്ക് വീടുണ്ടാക്കിയൊക്കെ അല്ലേ. ഇങ്ങനത്തെ സ്ഥലത്ത് യൂട്യൂബുകാരൊക്കെ വീട് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പേരുണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നല്ലെങ്കിൽ കണ്ടിക്കണമെന്നുണ്ടെങ്കിൽ ആ യൂട്യൂബുകാരെ പേരിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. നമ്മളിന്ന് ഈ ഒരു ഭാഗത്താണ് നമ്മൾ വീടുണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് കുറച്ച് ഈ ഒരു ഭാഗം ഒരു നില ഒന്ന് വെട്ടിമുറിച്ചിടട്ടെ. അപ്പം ഞാൻ വെട്ടിമുറിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളെ മീറ്റ് ചെയ്യാൻ ഗൈസ്. ഞാൻ അപ്പോൾ ഗൈസ് ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ചില ഭാഗങ്ങളും ആ ഭാഗത്തേക്കൊന്നും ഞാൻ വൃത്തിയാക്കിയിട്ടില്ല. ഈ ഭാഗം മൊത്തം വൃത്തിയാക്കി ചെയ്തു. അതിൻ്റെ ഓരോ കുണ്ടും കുഞ്ചാളുണ്ട്. കുണ്ടും കുഞ്ചാൾ എന്തിനാന്ന് വെച്ചാൽ ഓരോ ഭാഗത്ത് കോളും പിന്നെ കോപ്പറും ഉണ്ട്. അത്രയാണ് നമുക്ക് അവിടുന്ന് ഈ ഒരു സ്ഥലത്ത് നിന്ന് മൈൻ ചെയ്തപ്പോൾ കിട്ടിയത്. നമുക്ക് ഇത്രയാണ് നമുക്ക് കിട്ടിയത്. കോള് പിന്നെ ഈ ഒരു സ്ഥലത്ത് പിന്നെ വേറെ ഇതുണ്ട് ഗൈസ്. ഏതെന്ന് വെച്ചാൽ ഈ സാധനത്തിൻ്റെ പേര് അറിയില്ല. ഇതെന്തിനാണ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഏതോ ഒരു ഭാഗത്തുനിന്ന് കൊയ്യുന്നേ സോംബികൾ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തുനിന്ന് കുറച്ച് സംഭവം ഞാൻ ഇവിടെ വെച്ച് കഴിഞ്ഞു. എന്താണെന്ന് വെച്ചാൽ സോംബികൾ കൊണ്ട് വരാക്കാൻ. പിന്നെ വർണസ് ഞാൻ ഉണ്ടാക്കിയ വർണസ് ഞാൻ എൻ്റെ സ്റ്റോറേജ് ബോക്സിൽ ഇല്ലാതെ ഞാൻ എടുത്താണ്. നിങ്ങൾ ശ്രദ്ധിച്ചൊന്നും അറിയില്ല, ആരോ ഒരു എന്തോ ഇതൊക്കെ പറയാ തലയാണോ എന്താണോ അറിയില്ല. ഈ നായിക്കതാ ഇവരെ തലയാണ് കഴിച്ച് ഞാൻ കണ്ടത്. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു എന്തെങ്കിലും വേറെ എന്തെങ്കിലും തല വിചാരിച്ചു ഞാൻ. അപ്പോൾ അതിൻ്റെ 2 വർണ്ണസ് ഉണ്ടാക്കിയാണ്. ഇനി സംഭവങ്ങളൊക്കെ ഇനി സ്മെൽറ്റ് ചെയ്യണം കേസ്. എന്തിനാ വെച്ചാൽ ആ കുണ്ടും കുച്ചട അടക്കാനും പിന്നെ നമുക്ക് പേരുണ്ടാക്കാനും രണ്ടും നമുക്കിത് വേണം കേസ്. അപ്പോൾ ഇതവിടെ സ്മെൽറ്റ് ആവട്ടെ. അപ്പോൾ ഇതിനൊന്നും എന്താ കഴിയും. അപ്പോൾ നിങ്ങൾ കാര്യം പറയും ഗൈസ്. എന്ത് കാര്യം? ഈ ഭാഗത്തൊക്കെ ആരെങ്കിലും വീടുണ്ടാക്കിയെങ്കിലേ പറയുക. ഭാഗത്തൊക്കെ ആരെങ്കിലും വീടുണ്ടാക്കിക്കണമെന്ന്.
ഇങ്ങനത്തെ സ്ഥലത്ത് എൻ്റെ അറിവിൽ ഞാൻ നോക്കിയിട്ട് എല്ലാവരും യൂട്യൂബ് ചാനലൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ചില യൂട്യൂബ് ചാനലിലെ ആൾക്കാരത്തൊക്കെ ഞാൻ നോക്കിയിരുന്നു. ഓല് ഇങ്ങനത്തെ സ്ഥലത്തൊന്നും പേരുണ്ടാക്കുന്നത് കണ്ടില്ല. ഓലിതാ അവിടെ കാണുന്ന അങ്ങനത്തെ പച്ചപ്പ് സ്ഥലമില്ലേ, ഈ കാണുന്ന പച്ചപ്പ് സ്ഥലം, ഈ ഭാഗത്തൊക്കെ വീടുണ്ടാക്കണ കണ്ടിക്കണ്. പിന്നെ വില്ലേജിൻ്റെ എരുത്ത് വീടുണ്ടാക്കണ കണ്ടിക്കണ്. ഇങ്ങനത്തെ ഇതേമാറ്റല്ല കേട്ടോ. പോണത് ഞാൻ നേരെ ആകട്ടെ, ഇടയിൽ ഞാനിപ്പോൾ മയ്യത്താവും. ശരിയാവില്ല. മയ്യത്തായാലും കാര്യങ്ങളൊക്കെ ആരും പറയുക. ഇങ്ങനത്തെ സ്ഥലത്ത് വീടുണ്ടാക്കിയാണ് തോന്നുന്നത്. പക്ഷെ ഇങ്ങനത്തെ സ്ഥലത്ത് വീടുണ്ടാക്കിയിട്ടില്ല. പിന്നെ ഇതേമാതിരി പകുതി ഇങ്ങനത്തെ സ്ഥലം, പകുതി ഇങ്ങനെയുള്ള സ്ഥലത്ത്, വില്ലേജിലുള്ള സ്ഥലത്ത് വീടുണ്ടാക്കണ കണ്ടിട്ടില്ല. അതാ ഇവിടെ ഇത്ര ഉള്ളു ഗൈസ്. നമ്മൾ കമൻറ്റ് ചെയ്യുക, എല്ലാവരും കമൻറ്റ് ചെയ്യുക എന്തൊക്കെ ഇനി വേറെ ഏതെങ്കിലും യൂട്യൂബ് ചാനൽ ആൾക്കാർ ഇതേമാതിരി സ്ഥലത്തൊക്കെ വീടുണ്ടാക്കിക്കണമെന്നില്ല.